ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് നമ്മെ സഹായിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അവരെ സഹായിക്കുവാനോ അതിനായി പരിശ്രമിക്കുകയോ ചെയ്യാതെ സ്വാർത്ഥരായി ജീവിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. യേശുവിൽ പ്രിയ സഹോദരരെ, എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥനോട് നികുതി ആവശ്യപ്പെടുമ്പോൾ യേശുനാഥൻ പത്രോസിനോട് പറയുന്നു, പോയി ചൂണ്ടയിടുക, ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ലഭിക്കുന്ന നാണയമെടുത്ത് എനിക്കും നിനക്കുമായി നൽകുക എന്നാണ്. സ്വാർത്ഥതയല്ല, മറിച്ച് സാഹോദര്യവും സഹായ മനോഭാവവുമാണ് വേണ്ടതെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ്ലിഹ പറയുന്നത്, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം പരിഗണിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 31-ാം അധ്യായം 32-ാം വാക്യത്തിൽ, ജനങ്ങൾ തെറ്റ് ചെയ്തു പോയി, അവരോട് ക്ഷമിക്കണമേ, അങ്ങ് ക്ഷമിക്കുന്നില്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേര് നീക്കിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സഹോദരർക്ക് വേണ്ടി നിലകൊള്ളുന്ന മോശയെ നാം കാണുന്നു. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ, മരണം മാത്രം എന്നെ നിന്നിൽ നിന്നും വേർപിരിക്കട്ടെ എന്ന് അമ്മായിയമ്മയായ നവോമിയോട് പറയുന്ന റൂത്തിനെ നാം കാണുന്നു. 1 സാമുവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ, സ്വന്തം സിംഹാസനം പോലും വേണ്ടെന്ന് വെച്ച് ദാവീദുമായി ഉടമ്പടിയുണ്ടാക്കുന്ന ജോനാഥനെ നാം കാണുന്നു. റോമാക്കാർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന പൗലോസ്ലിഹായുടെ വാക്കുകൾ ക്രിസ്തുവിന് നമ്മോടുള്ള നിസ്വാർത്ഥ സ്നേഹത്തെ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആകയാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ, നാം കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നാം ജീവിക്കേണ്ടത് സ്വാർത്ഥതയോടെയല്ല, മറിച്ച് ക്രിസ്തുവിനെ പോലെ, വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റു വ്യക്തികളെ പോലെ സഹോദരർക്ക് താങ്ങും തണലുമാകുവാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യമാണ്. പലപ്പോഴും നമ്മുടെ ലൗകികമായി നാം ചേർത്ത് വെക്കുന്നതൊന്നും നമ്മെ സഹായിക്കുകയില്ല, മറിച്ച് നമ്മുടെ നിത്യതയിൽ നമ്മെ സഹായിക്കുന്നത് നാം മറ്റുള്ളവർക്ക് ചെയ്ത നന്മകൾ മാത്രമാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. 1 യോഹന്നാൻ 3:17 നാം വായിക്കുന്നു, ഒരുവന് ലൗകിക സമ്പത്തുണ്ടായിട്ടും സഹോദരൻ അതിന് അർഹനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടും അവനെതിരെ ഹൃദയം കുട്ടിയടയ്ക്കുന്നുവെങ്കിൽ എങ്ങനെ ദൈവസ്നേഹം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും? ഈ ഒരു ബോധ്യത്തോടുകൂടി മറ്റുള്ളവരെ സഹായിക്കുവാനും നമ്മുടെ സഹായത്തിലൂടെ അവരെ ചേർത്ത് പിടിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി ക്രിസ്തുവിനെ പോലെ സാഹോദര്യത്തിലും സഹായ മനോഭാവത്തിലും വളരുവാൻ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനുമായി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.